ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേരള ചരിത്രമാണ്. കേരളത്തിലെ സമരങ്ങളും സത്യാഗ്രഹങ്ങളും നവോത്ഥാന നായകന്മാരുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത്. മുൻകാല ചോദ്യപേപ്പറുകളിൽ കൂടിയാണ് ഓരോ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല ഏതാണ് കേരളത്തിലെ ജില്ല? ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരം, കൊല്ലൂർ, കണ്ണമ്മൂല അല്ലേ? കൊല്ലൂർ, കണ്ണമ്മൂലയാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. എന്നാണ് അദ്ദേഹം ജനിച്ചത്? 1853 ഓഗസ്റ്റ് 25 അല്ലേ? 1853. 8 ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ 8ഉം 5 3ഉം 8 കണ്ടോ, 8 വരുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 8 എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓർമ്മ വരും 1853. 5 3ഉം 8. 1853 ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. കൊല്ലൂര്, കണ്ണമ്മൂലയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സമാധി എവിടെയാണ്? സമാധി പന്മന കൊല്ലമാണ്. അദ്ദേഹത്തിൻ്റെ സമാധി പന്മന, കൊല്ലം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ബാല്യകാല നാമം കുഞ്ഞമ്പിള്ള എന്നുമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും വലിയ കൃതി ഏതാണ്? പ്രാചീന മലയാളമാണ് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ഏറ്റവും വലുത്. പിന്നെ ഏതൊക്കെയാണ് കൃതികൾ? അദ്വൈതപരം, ആദിഭാഷ, ജീവകാരുണ്യ നിരൂപണം, നിജാനന്ദ വിലാസം, വേദാധികാര നിരൂപണം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ചട്ടമ്പി സ്വാമികളെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ്? നവമഞ്ജരി. ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ് നവമഞ്ജരി. ചട്ടമ്പി സ്വാമികളെ ആദരിച്ച് ശ്രീനാരായണ ഗുരു എഴുതിയ കൃതിയാണ് നവമഞ്ജരി. ഇനിയും ചട്ടമ്പി സ്വാമികൾ പരിഷ്കരണ പ്രസ്ഥാനം നടത്തിയ കേരളത്തിലെ സമുദായം ഏതാണ്? നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ചട്ടമ്പി സ്വാമികൾ ശ്രമിച്ചിരുന്നത്. നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യങ്കാളി ജനിച്ചത് എന്നാണ്? 1863 അല്ലെ? 1863. അതായത് ചട്ടമ്പി സ്വാമികളുടെ ജനനം കഴിഞ്ഞ് കൃത്യം 10 വർഷം കഴിഞ്ഞിട്ടാണ് അയ്യങ്കാളി ജനിച്ചത്. 1863 ഓഗസ്റ്റ് 28. 2 ഓഗസ്റ്റാണ്, ഓർത്തു വയ്ക്കണം. 2 ഓഗസ്റ്റാണ്. ഓഗസ്റ്റ് 28. ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. അയ്യങ്കാളി എന്താണ് വിശേഷിപ്പിച്ചിരുന്നത്? ആളിക്കത്തിയ തീപ്പൊരി എന്നാണ് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചിരുന്നത്. ഇനി അയ്യങ്കാളിയുടെ സമാധി എവിടെയാണ്? അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂർ, തിരുവനന്തപുരത്താണ് അയ്യങ്കാളി ജനിച്ചത്. ഇനി അദ്ദേഹത്തിൻ്റെ സമാധി എവിടെയാണ്? ചിത്രകൂടം എവിടെയാണ്? വെങ്ങാനൂർ. അപ്പോൾ ചിത്രകൂടം, വെങ്ങാനൂറാണ് അദ്ദേഹത്തിൻ്റെ സമാധി. അദ്ദേഹം ജനിച്ചതും തിരുവനന്തപുരത്തെ വെങ്ങാനൂറാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ച വർഷം എന്നാണ്? 1907 അദ്ദേഹം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അയ്യങ്കാളി കുടിപ്പള്ളിക്കൂടം ആരംഭിച്ചത് എന്നാണ്? എവിടെയാണ്? വെങ്ങാനൂർ വെച്ചായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ 2 സമരങ്ങളുണ്ട്. ഏതാണ്? ഒന്ന് വില്ലുവണ്ടി സമരത്തിൻ്റെ വർഷം ഏതാണ്? 1893 വില്ലുവണ്ടി സമരം. അതുപോലെ തന്നെ കല്ലുമാല സമരം 1915. കല്ലുമാല സമരം 1915. ഇനി അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പുലയരുടെ രാജാവ് ഗാന്ധിജി. അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ദിരാഗാന്ധി അല്ലേ? ഇന്ത്യയുടെ മഹാനായ പുത്രൻ ഇന്ദിരാഗാന്ധി എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. അടുത്തത്, ഇ.വി. രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വൈക്കത്ത്. ഇ.വി. രാമസ്വാമി നായ്ക്കർ നമ്മൾ എന്താണ് വിളിച്ചിരുന്നത്? വൈക്കം ഹീറോ. അദ്ദേഹം എന്തുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വൈക്കം സത്യാഗ്രഹമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇ.വി. രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ്. അദ്ദേഹം വൈക്കം ഹീറോ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹം. 1924 നടന്ന വൈക്കം സത്യാഗ്രഹവുമായാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്നത് അയ്യത്താൻ ഗോപാലനാണ്. മറ്റൊരു പേര് എന്താണ് അദ്ദേഹത്തിൻ്റെ? റാവു സാഹിബ്. റാവു സാഹിബ് എന്നും അറിയപ്പെടുന്നു. റാവു സാഹിബ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? അയ്യത്താൻ ഗോപാലൻ. ദർസാർ സാഹിബ്, റാവു സാഹിബ്. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ബ്രഹ്മസമാജത്തിൻ്റെ കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനും ഇദ്ദേഹമാണ്. ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? ദർസാർ സാഹിബ്, റാവു സാഹിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന അയ്യത്താൻ ഗോപാലനാണ്. രാജാറാം മോഹൻ റോയിയുടെ ബ്രഹ്മസമാജം കേരളത്തിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകൻ. അടുത്തത്, ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട നേതാവാണ്? ഏത് സംഭവമായാണ് GP പിള്ള, ബാരിസ്റ്റർ GP പിള്ള ബന്ധപ്പെട്ടത്? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ബാരിസ്റ്റർ GP പിള്ള. തിരുവിതാംകൂറുകാർക്ക് അല്ലേ മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യമാണിത്. തിരുവിതാംകൂറുകാർക്ക് അല്ലേ, തിരുവിതാംകൂറുകാർക്ക് ഈ ആശയത്തിൻ്റെ ഉപജ്ഞാതാവും ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകി. എന്നാണ് മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചത്? 1891 ജാനുവരി 1 മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? ശ്രീമൂലം തിരുനാളിനാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത്. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരനാരാണ്? നോർട്ടനാണ് മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയത്. ഇനി ആരാണ് ആദ്യമായി മലയാളി മെമ്മോറിയലിൽ ഒപ്പുവെച്ചത്? ആരാണ്? KP ശങ്കരമേനോൻ അല്ലേ, KP ശങ്കരമേനോനാണ് ഒപ്പുവെച്ചത്. ബാരിസ്റ്റർ GP പിള്ള ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹമാണ് മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. തിരുവിതാംകൂറുകാർക്ക് എന്നതാണ് ഇതിൻ്റെ മുദ്രാവാക്യം. 1891 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത് ആരാണ് പെടാത്തത്? ഷൺമുഖം ചെട്ടിയാണ് കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തത്. കൊച്ചി രാജപ്രജാമണ്ഡലം നിലവിൽ വന്നത് ഏതു വർഷമാണ്? 1941 ജനുവരി 26 കൊച്ചി രാജപ്രജാമണ്ഡലം നിലവിൽ വന്നത്. ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഇരിഞ്ഞാലക്കുടയിലാണ് ആദ്യ സമ്മേളനം നടന്നത്. കൊച്ചി പ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് S നീലകണ്ഠ അയ്യർ ആയിരുന്നു. സെക്രട്ടറി ആരായിരുന്നു? VR കൃഷ്ണനെഴുത്തച്ഛനായിരുന്നു സെക്രട്ടറി. പ്രസിഡന്റ് S നീലകണ്ഠ അയ്യർ ആയിരുന്നു. അപ്പോൾ ആരെല്ലാമാണ് ഇതിൻ്റെ നേതാക്കളിൽ പെടുന്നത്? പനമ്പിള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, S നീലകണ്ഠ അയ്യർ എന്നിവരായിരുന്നു ഇതിൻ്റെ നേതാക്കൾ. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു. അതേതാണ്? അഗസ്തീശ്വരമാണ് അല്ലേ, അഗസ്തീശ്വരം. ഏതെല്ലാമാണ് തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങൾ? മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. അപ്പോൾ ഏതൊക്കെയാണ്? തോവാള, കൽക്കുളം, വിളവൻകോട്, അഗസ്തീശ്വരം എന്നീ താലൂക്കുകളാണ് മദ്രാസ് സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങൾ. ഇനി കേരളത്തോട് കൂട്ടിച്ചേർത്തപ്പെട്ട തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കർണാടകത്തിൻ്റെ ഭാഗങ്ങൾ കാസർഗോഡ്, ഹോസ്ദുർഗ്. കാസർഗോഡും ഹോസ്ദുർഗുമാണ് കേരളത്തോട് കൂട്ടിച്ചേർത്തപ്പെട്ട കർണാടകത്തിൻ്റെ ഭാഗങ്ങൾ. ഇനി ഈ തോവാള, കൽക്കുളം, വിളവൻകോട്, അഗസ്തീശ്വരം എന്നിവ എന്താണ്? മദ്രാശി സംസ്ഥാനത്തിന്, അതായത് മദ്രാസിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങളാണ്.
തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കണം. തൗവാള, കൽക്കുളം, വിളവൻകോട്, അഗസ്തീശ്വരം, കാസർഗോഡ്. കർണാടകയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? കാസർഗോഡും ഹോസ്ദുർഗുമാണ്. ഇനി ആദ്യ ഐക്യ കേരള കൺവെൻഷൻ നടന്നതെന്നാണ്? 1947 തൃശ്ശൂർ വെച്ചായിരുന്നു ആദ്യത്തെ ഐക്യ കേരള സമ്മേളനം. 1947 തൃശ്ശൂർ വെച്ച് നടന്നു. ആരാണ് അധ്യക്ഷൻ? ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു അധ്യക്ഷൻ. ഓക്കെ. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയതാരെ? ആരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ. ഫതഹൽ മുബീൻ എന്ന അറബി കാവ്യത്തെപ്പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ആരാണ് എഴുതിയത്? കാസി മുഹമ്മദ്. അറബി കാവ്യമാണ്. സാമുദ്രി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? വടകര. കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം വടകരയിലാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. സവർണജാഥ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ശരിയായ പ്രസ്താവനയാണ്. ആരാണ് നയിച്ചത്? സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് സവർണജാഥ നയിച്ചത്. 1925 സത്യാഗ്രഹം അവസാനിച്ചു. എന്നാണ് ആരംഭിച്ചത്? 1924 ആരംഭിച്ച് 1925 അവസാനിക്കുകയാണ് ഉണ്ടായത്. A.G. വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. തെറ്റായ പ്രസ്താവനയാണ്. നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പോൾ 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. D ആണ് ആൻസർ. 1ഉം 2ഉമാണ് ശരിയായ പ്രസ്താവന. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. അവസാനിച്ചത് 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. ഇനി വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു? 603 ദിവസം. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളായിരുന്നു അല്ലേ? ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരിക്കുന്നത്. അവസാനിക്കുമ്പോൾ ആരായിരുന്നു ഭരിച്ചിരുന്നത്? റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു അവസാനിക്കുമ്പോൾ ഭരിച്ചിരുന്നത്. ഇനി വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയാണ് നടത്തിയത്? സഞ്ചാര സ്വാതന്ത്ര്യം അല്ലേ? എന്തിനു വേണ്ടിയാണ് നടത്തിയത്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിനോട് ചുറ്റുമുള്ള വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ, ചുറ്റുമുള്ള വഴിയാണ്, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കല്ല, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ളതല്ല. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഇനി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കൾ ആരെല്ലാമാണ്? ടി.കെ. മാധവനും K.P. കേശവമേനോൻ. T.K. മാധവനും K.P. കേശവമേനോനുമാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കൾ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ്? ഗാന്ധിജി, E.V. രാമസ്വാമി നായ്ക്കർ. അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹം ക്യാമ്പ് സന്ദർശിച്ചതാരാണ്? ആചാര്യ വിനോബ ഭാവേയും ക്യാമ്പ് സന്ദർശിച്ചു. വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ആരാണ്? E.V. രാമസ്വാമി നായ്ക്കറാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്തേക്ക്, വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ചതാരാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് അല്ലേ? മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നയിച്ചത്. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവശ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവശ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണ്? ടി പ്രകാശമാണ്. ഒന്നാം അഖില കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നതെന്നാണ്? 1921 നടന്നത്. ഒറ്റപ്പാലത്ത് വെച്ചാണ് നടന്നത്. അധ്യക്ഷനാരായിരുന്നു? ടി പ്രകാശമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചതാരെ? ആരാണ് ആത്മവിദ്യാ സംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത്? വാഗ്ഭടാനന്ദനായിരുന്നു ആത്മവിദ്യാ സംഘം ആരംഭിച്ചത്. ഏതാണ് വർഷം? 1917. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം ഏതായിരുന്നു? അഭിനവ കേരളമായിരുന്നു ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം. ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല ഏതായിരുന്നു? മലബാർ ആയിരുന്നു ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല.
ഉണരുവിൻ അഖിലേശ്വരനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോട് എതിർപ്പിൻ എന്ന ആഹ്വാനം ചെയ്തത് ആരാണ്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ് സ്ഥാപകൻ? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്ഥാപകൻ. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇനി ഇദ്ദേഹം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവാണ്. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇന്ത്യൻ നാഷണൽ INA-യിൽ ചേർന്നതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് കാഫിർ എന്നറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹം കാഫിർ എന്ന് അറിയപ്പെട്ടിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വേലുത്തമ്പി കലാപം. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത്. ചട്ടമ്പി സ്വാമികൾ എവിടെയാണ് ജനിച്ചത്? തിരുവനന്തപുരം, കൊല്ലൂർ കണ്ണമ്മൂല അല്ലേ? നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടാമതൊന്ന് റിപ്പീറ്റ് ചെയ്യാണ്. കൊല്ലൂർ കണ്ണമ്മൂലയാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ സമാധി എവിടെയാണ്? കൊല്ലത്ത് പന്മനയിലാണ്. കൊല്ലമാണ് അദ്ദേഹത്തിൻ്റെ സമാധി. ഇദ്ദേഹം ജനിച്ചത് ഏത് വർഷമാണ്? 1853, അതായത് 8. ചട്ടമ്പി സ്വാമികൾ ആലോചിക്കുക, 8 ആലോചിക്കാൻ പറഞ്ഞത്. ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 ഇദ്ദേഹം ജനിച്ചത്. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ ഏതൊക്കെയാണ്? ആദിഭാഷ, അദ്വൈതവരം, മോക്ഷപ്രദീപ ഖണ്ഡനം, ജീവകാരുണ്യ നിരൂപണം, നിജാനന്ദ വിലാസം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവയാണ് ഇദ്ദേഹത്തിൻ്റെ കൃതികൾ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതി ഏതാണ്? പ്രാചീന മലയാളമാണ് ഏറ്റവും വലിയ കൃതി. അടുത്ത ക്വസ്റ്റ്യൻ, പൂക്കാട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? പൂക്കോട്ടൂർ സംഭവം. എന്താണ് പൂക്കോട്ടൂർ സംഭവം എന്നറിയപ്പെടുന്നത്? പൂക്കാട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തതാണ് പൂക്കോട്ടൂർ സംഭവം എന്നറിയപ്പെടുന്നത്. ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? മലബാർ കലാപവുമായാണ് പൂക്കോട്ടൂർ സംഭവം ബന്ധപ്പെട്ടത്. മലബാർ കലാപത്തെ പറ്റി പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷനാണ് മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ. മലബാർ കലാപം നടന്നത് 1921 മലബാർ കലാപം നടന്നത്. മലബാർ കലാപങ്ങളുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? HV കൊനോലിയാണ് വധിക്കപ്പെട്ട മലബാർ കളക്ടർ എന്നറിയപ്പെടുന്നത്. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കൃതികൾ ഏതൊക്കെയാണ്? ദുരവസ്ഥയും സുന്ദരികളും സുന്ദരന്മാരും. ദുരവസ്ഥ ആരുടെ കൃതിയാണ്? കുമാരനാശാൻ്റെ കൃതിയാണ്. സുന്ദരന്മാരും സുന്ദരിമാരും ആരുടെ കൃതിയാണ്? സുന്ദരികളും സുന്ദരന്മാരും ആരുടെ കൃതിയാണ്? ഉറൂബിൻ്റെ കൃതിയാണ് അല്ലേ? ഉറൂബിൻ്റെ കൃതിയാണ്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ കുപ്രസിദ്ധ സംഭവം ഏതാണ്? വാഗൺ ട്രാജഡിയാണ് കുപ്രസിദ്ധ സംഭവം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായ തീവണ്ടി ദുരന്തമാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ആരാണ്? AR നേപ്പ് കമ്മീഷൻ. AR നേപ്പ് കമ്മീഷനാണ് വാഗൺ ട്രാജഡി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ഏതാണ് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം? പയ്യന്നൂരായിരുന്നു. എന്നാണ് ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്? 1930 ഏപ്രിൽ 13 1930 ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത്. ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം എത്രയായിരുന്നു? ഉപ്പ് സത്യാഗ്രഹത്തിൽ 32 പേരാണ് പങ്കെടുത്തിരുന്നത്. 32 പേര്. കോഴിക്കോട് നിന്നും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കോഴിക്കോട് നിന്നും ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആയിരുന്നു. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. പാലക്കാട് നിന്നും ആരാണ് നേതൃത്വം കൊടുത്തത്? പാലക്കാട് നിന്നും
TR കൃഷ്ണസ്വാമി അയ്യർ. TR കൃഷ്ണസ്വാമി അയ്യർ ആയിരുന്നു നേതൃത്വം കൊടുത്തിരുന്നത്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിന് അവർ ഉടനീളം പാടിയിരുന്ന ഗാനം ഏതായിരുന്നു? വരിക വരിക സഹചരെ അല്ലേ? വരിക വരിക സഹചരെ എന്ന ഗാനം ആലപിച്ചതുകൊണ്ടാണ് സത്യാഗ്രഹികൾ പയ്യന്നൂരിലേക്ക് പോയിരുന്നത് അല്ലേ? കോഴിക്കോട് നിന്നും പയ്യന്നൂരിലേക്ക് ഉപ്പ് നിയമം ലംഘിക്കാൻ വേണ്ടിയുള്ള യാത്ര ആരംഭിച്ചപ്പോൾ അവർ പാടിയിരുന്ന ഗാനം ഏതാണ്? വരിക വരിക സഹചരെ. ആ ഗാനം രചിച്ചതാരാണ്? അംശി നാരായണപിള്ള. അംശി നാരായണപിള്ളയാണ് ആ ഗാനം രചിച്ചത്. അംശി നാരായണപിള്ള. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിൽ നമ്മുടെ കേളപ്പൻ്റെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മൊയ്യാരത്ത് ശങ്കരൻ. മൊയ്യാരത്ത് ശങ്കരനാണ് നേതൃത്വം നൽകിയത്. മൊയ്യാരത്ത് ശങ്കരനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് കേളപ്പൻ്റെ അറസ്റ്റിന് ശേഷം നേതൃത്വം നൽകിയത്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊടുവിൽ ജയിലിൽ വെച്ചാണ് മരണപ്പെട്ടത്. ജയിലിൽ വെച്ച് മരണപ്പെട്ട ആളാരാണ്? PC കുഞ്ഞിരാമൻ അടിയോടി. PC കുഞ്ഞിരാമൻ അടിയോടിയാണ് ജയിലിൽ വെച്ച് മരണപ്പെട്ടത്. അടിയോടി. അടുത്ത ക്വസ്റ്റ്യൻ, ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെ? ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം എവിടെയാണ് നടന്നത്? തൃശ്ശൂരിൽ വെച്ചാണ്. 1936 തൃശ്ശൂരിൽ വെച്ചാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത്. എന്തിനാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത്? തൃശ്ശൂരിൽ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു. ആർക്കെതിരെയാണ്? ഷൺമുഖം ചെട്ടിക്കെതിരെ തൃശ്ശൂരിൽ നടന്ന പ്രക്ഷോഭമാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത്. ഇത് ക്രിസ്ത്യാനികൾ പങ്കെടുത്ത ഒരു പ്രക്ഷോഭമായിരുന്നു. ക്രിസ്ത്യാനികൾ പങ്കെടുത്ത ഒരു സമരമായിരുന്നു ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം. തൃശ്ശൂരിൽ വൈദ്യുത വിതരണം സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതിനെതിരെ ദിവാനായിരുന്ന ഷൺമുഖം ചെട്ടിക്കെതിരെ നടന്ന പ്രക്ഷോഭമാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്. എന്നാണ് വർഷം? 1907 അയ്യങ്കാളി സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്. അടുത്തത്, കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പനാണ് കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. ഇദ്ദേഹം ജനിച്ച സ്ഥലം എവിടെയാണ്? ചേരാനെല്ലൂരാണ് ഇദ്ദേഹം ജനിച്ചത്. അതെവിടെയാണ്? എറണാകുളത്തെ ചേരാനെല്ലൂരിലാണ് പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ചത്. അരയ സമാജത്തിൻ്റെ സ്ഥാപകനാണ് പണ്ഡിറ്റ് കറുപ്പൻ. അരയ സമാജം. പിന്നെ അദ്ദേഹം സ്ഥാപിച്ചത് ഏതാണ്? കൊച്ചിൻ പുലയ മഹാസഭ അതും അദ്ദേഹം തന്നെയാണ് സ്ഥാപിച്ചത്. കൊച്ചിൻ പുലയ മഹാസഭ. ഇനി അന്ധവിശ്വാസങ്ങൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ കൃതി ഏതാണ്? ആചാരഭൂഷണമായിരുന്നു. ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെയുള്ള കൃതി ഏതായിരുന്നു? ജാതിക്കുമിയായിരുന്നു. ജാതിക്കുമിയാണ് ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെയുള്ള കൃതി. കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. KP കറുപ്പൻ അറിയപ്പെട്ടിരുന്നത് കേരളത്തിൻ്റെ എബ്രഹാം ലിങ്കൻ എന്നാണ്. ഇനി അരയ സമുദായത്തെ പരിഷ്കരിക്കാനായി പണ്ഡിറ്റ് കറുപ്പൻ തേവരയിൽ ആരംഭിച്ച സഭ ഏതാണ്? വാല സമുദായ പരിഷ്കരണി സഭ. വാല സമുദായ പരിഷ്കരണി സഭ എന്ന സഭയും അദ്ദേഹം എവിടെയാണ് സ്ഥാപിച്ചത്? തേവരയിൽ സ്ഥാപിച്ചു. ഇനി പ്രസിദ്ധമായ കായൽ സമ്മേളനം നടത്തിയ നവോത്ഥാന നായകനായിരുന്നു. എന്നായിരുന്നു കായൽ സമ്മേളനം? 1913 അദ്ദേഹത്തിൻ്റെ ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ചത്. 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒറ്റപ്പാലത്ത് വെച്ചാണ്. അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശമായിരുന്നു അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹം ജനിച്ചത് എവിടെയായിരുന്നു? നാഗർകോവിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് എവിടെയാണ്?
ശാസ്താംകോട്ട, കന്യാകുമാരിയിലെ ശാസ്താംകോട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇനി അദ്ദേഹം ജനിച്ച വർഷം ഏതാണ്? 1809 അദ്ദേഹം ജനിച്ചത്. 1836 അദ്ദേഹം എന്താണ് സ്ഥാപിച്ചത്? സമത്വ സമാജമാണ് സ്ഥാപിച്ചത്. സമപന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. സമപന്തി ഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവും വൈകുണ്ഠസ്വാമികളാണ്. ഇദ്ദേഹത്തിൻ്റെ മതം ഏതാണ്? അയ്യാവഴിയാണ് ഇദ്ദേഹത്തിൻ്റെ മതം. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് എന്താണ്? മുടിചൂടും പെരുമാൾ എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. വേല ചെയ്താൽ കൂലി കിട്ടണം അല്ലേ? വേല ചെയ്താൽ കൂലി കിട്ടണം എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ ഏതെല്ലാമായിരുന്നു? അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ. ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ്? MP ഭട്ടതിരിപ്പാട്. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പ്രേംജി. MP ഭട്ടതിരിപ്പാട്. ഇനി VT ഭട്ടതിരിപ്പാടുണ്ട്. VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അല്ലേ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. പിന്നെ അമ്പലങ്ങൾക്ക് തീ കൊടുക്കുക, പൊഴിഞ്ഞ പൂക്കൾ എന്നിവ ഇദ്ദേഹത്തിൻ്റെ VT ഭട്ടതിരിപ്പാടിൻ്റെ കൃതിയാണ്. MP ഭട്ടതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു. MP ഭട്ടതിരിപ്പാടിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ഋതുമതി. ഇനി അടുത്തത് MR ഭട്ടതിരിപ്പാട്. മറക്കുടയ്ക്കുള്ളിലെ മഹാനഗരം. മഹാനരകം എന്നതാണ് MP ഭട്ടതിരിപ്പാടിൻ്റെ പ്രധാന കൃതി. അടുത്ത ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോട് ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? മലയാളി മെമ്മോറിയൽ. കൊല്ലം ഏതായിരുന്നു? 1891. ആരാണ് മലയാളി മെമ്മോറിയലിൻ്റെ നേതാവ്? ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ് മലയാളി മെമ്മോറിയലിൻ്റെ നേതാവ്. തിരുവിതാംകൂർക്ക് എന്നതായിരുന്നു മലയാളി മെമ്മോറിയലിൻ്റെ മുദ്രാവാക്യം. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? പയ്യന്നൂരിൽ വെച്ചാണ്. കൊല്ലം എന്താണ്? 1930 ഏപ്രിൽ 13 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. എത്ര പേരായിരുന്നു ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്? 32 പേരായിരുന്നു. ഉപ്പ് സത്യാഗ്രഹത്തിന് ആലപിച്ച ഗാനം ഏതായിരുന്നു? വരിക വരിക സഹചര്യയായിരുന്നു ഗാനം. ആരാണ് എഴുതിയത് അംശി നാരായണ പിള്ളയായിരുന്നു. ഇനി കോഴിക്കോട് നിന്നും മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പിന്നെ പാലക്കാട് നിന്നും TR കൃഷ്ണസ്വാമി അയ്യറുമാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. കേളപ്പൻ്റെ അറസ്റ്റിന് ശേഷം ആരായിരുന്നു? മൊയ്യാരത്ത് ശങ്കരനാണ് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത്. ഉപ്പ് സത്യാഗ്രഹ സ്മാരകം എവിടെയായിരുന്നു? ഉളിയത്ത് കടവാണ് ഉപ്പ് സത്യാഗ്രഹ സ്മാരകം. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് 43 ദിവസത്തെ ഉപവാസത്തിനൊരികിൽ മരണപ്പെട്ടതാരാണ്? PC കുഞ്ഞിരാമൻ അടിയോടിയാണ് മരണപ്പെട്ടത്. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിൽ ഉപ്പ് നിയമം ലംഘിച്ച ദിവസം ഏതാണ്? 10 ദിവസത്തിന് ശേഷം 1930 ഏപ്രിൽ 23 10 ദിവസത്തിന് ശേഷമാണ് ഉപ്പ് നിയമം ലംഘിക്കപ്പെട്ടത്. 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? അയ്യങ്കാളി എവിടെയാണ്? വെങ്ങാനൂരിലാണ് അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ചത്. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? കയ്യൂർ സമരം നടന്ന വർഷം 1941 മാർച്ച് 28 കയ്യൂർ സമരം നടന്നത്. ഏത് ജില്ലയിലായിരുന്നു? കാസർഗോഡ്
ഹോസ്ദുർഗിലായിരുന്നു കയ്യൂർ സമരം നടന്നത്. ഇതിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരമായിരുന്നു കയ്യൂർ സമരം. കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജന്മിത്തത്തിനെതിരെ നടത്തിയ സമരങ്ങളാണ് കയ്യൂർ സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതാര്? പട്ടിണി ജാഥ നടത്തിയതാരാണ്? AK ഗോപാലൻ. AK ഗോപാലനാണ്. എന്നാണ് ഇദ്ദേഹം പട്ടിണി ജാഥ നടത്തിയത്? 1936. എവിടെ നിന്ന് എവിടേക്കാണ്? കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക്. പിന്നീട് അദ്ദേഹം നടത്തിയ ജാഥ ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും ഏത് ജാഥയാണ് സംഘടിപ്പിച്ചത്? ക്ഷേത്ര സത്യാഗ്രഹ ജാഥ സംഘടിപ്പിച്ചു ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച്. അടുത്തത് ഏതാണ്? മലബാർ ജാഥ. കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക്. കോഴിക്കോട് നിന്നും തിരുവിതാംകൂറിലേക്ക് ഏത് ജാഥയാണ്? മലബാർ ജാഥ. ഇനി 1960 എവിടെ നിന്നുമാണ്? കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഏത് ജാഥ നയിച്ചു? കാൽനട ജാഥയാണ് ഇദ്ദേഹം നയിച്ചിട്ടുള്ളത്. ഇദ്ദേഹമാണ് ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ പ്രകാരം അറസ്റ്റിലായ വ്യക്തി. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവാണ് AK ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവൻ, ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ്? AKG അഥവാ AK ഗോപാലനാണ് ലോകസഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്. ലോകസഭയിലെ ആദ്യ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവ് ആരാണ്? രാം സുഭഗ് സിംഗ്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. മനത്ത് പത്മനാഭൻ അധ്യക്ഷനും K കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ശരിയായ പ്രസ്താവനയാണ്. ഗാന്ധിജിയുടെ അനുവാദത്തോടെ K കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. ശരിയാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. അതും ശരിയായ പ്രസ്താവനയാണ്. പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പൻ്റെ നേതൃത്വത്തിൽ കാൽനട സമരജാഥ പുറപ്പെട്ടു. തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ഏതെല്ലാം പ്രസ്താവനകളാണ് ശരി? 1, 2, 3 ശരി. ഗുരുവായൂർ സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? K കേളപ്പനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി K കേളപ്പനുമായിരുന്നു. സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. AK ഗോപാലനായിരുന്നു വോളണ്ടിയർ ക്യാപ്റ്റൻ. എന്തായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം, അല്ലേ? എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. ഗുരുവായൂർ ക്ഷേത്ര മണിയടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണനല്ലാത്ത വ്യക്തി ആരായിരുന്നു? P കൃഷ്ണപിള്ളയായിരുന്നു ഗുരുവായൂർ ക്ഷേത്ര മണിയടിച്ച ആദ്യത്തെ നമ്പൂതിരി ബ്രാഹ്മണനല്ലാത്ത വ്യക്തി. ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്ന താലൂക്ക് ഏതായിരുന്നു? പൊന്നാനിയിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം. പൊന്നാനി. ഐക്യകേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. 1947 തൃശ്ശൂരിൽ വെച്ച്
കെ കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിൻ്റെ ആദ്യ പടിയായി കണക്കാക്കപ്പെട്ടു. ശരിയായ പ്രസ്താവനയാണ്. സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ രൂപീകൃതമായി. തെറ്റായ പ്രസ്താവന. ആരായിരുന്നു അധ്യക്ഷൻ? ഫസൽ അലി ആയിരുന്നു അധ്യക്ഷൻ. ഫസൽ അലി. മറ്റംഗങ്ങളാണ് സർദാർ KM പണിക്കറും HN കുൻസ്രുവും മറ്റ് അംഗങ്ങളാണ്. അധ്യക്ഷൻ ആരായിരുന്നു? ഫസൽ അലി. 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. ശരിയായ പ്രസ്താവനയാണ്. 1, 2, 3 ഈ 3 1, 2, 4 ആണ് ശരിയായ പ്രസ്താവനകൾ. 1, 2, 4. ഓക്കെ. ഈ ഐക്യ കേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു അല്ലേ? ഐക്യ കേരളത്തിൻ്റെ അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. ഐക്യ കേരളം എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം പാസ്സാക്കിയത് ആരാണ്? പ്രമേയം പാസ്സാക്കിയത് മൊയ്തു മൗലവിയാണ് പ്രമേയം പാസ്സാക്കിയത്. ഇനി ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താണ്? മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനം അല്ലേ? മലയാളം സംസാരിക്കുന്ന ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ഒരു സംസ്ഥാനമാണ് ഐക്യ കേരള പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഐക്യ കേരള പ്രതിജ്ഞ കവിതയായി എഴുതിയതാരാണ്? NV കൃഷ്ണവാര്യറാണ് അത് കവിതയായി എഴുതിയത്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. അദ്ദേഹത്തിൻ്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണ്? ആദിഭാഷ, അദ്വൈതവരം, മോക്ഷപ്രദീപ ഖണ്ഡനം, പിന്നെ ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം. 2 നിരൂപണങ്ങളുണ്ട്. ജീവകാരുണ്യ നിരൂപണവും വേദാധികാര നിരൂപണവും. പിന്നെയാണ് പ്രാചീന മലയാളം, അദ്വൈത പഞ്ചരം, അദ്വൈതവരം. അദ്വൈത പഞ്ചരം 2 എണ്ണമുണ്ട്. അദ്വൈത പഞ്ചരവും അദ്വൈത വരവും. ജീവകാരുണ്യ നിരൂപണവും വേദാധികാര നിരൂപണവും. ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം. നിജാനന്ദ വിലാസം, ആദിഭാഷ, പ്രാചീന മലയാളം. ഓക്കെ. വീണ്ടും ആവർത്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കയറാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും മനഃപ്പാടമാക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ പറഞ്ഞ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഈ ചട്ടമ്പിസ്വാമികൾ എന്നാണ് ജനിച്ചത്? 1853. 8 എന്നാലോചിച്ചാൽ മതി. 1853 ഓഗസ്റ്റ് 25 ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം ജനിച്ച സ്ഥലം ഏതാണ്? തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരം. ഏതാണ് സ്ഥലം? കണ്ണമ്മൂല. കണ്ണമ്മൂലയാണ് ഇദ്ദേഹം ജനിച്ചത്. ഇനി ഇദ്ദേഹം മരിച്ചത് എവിടെയാണ്? പന്മന, കൊല്ലത്താണ്. പന്മന, കൊല്ലം ആണ് ഇദ്ദേഹം മരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ സമാധി പന്മനയിൽ വെച്ചായിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതി നമ്മൾ പറഞ്ഞു ഏതാണ്? പ്രാചീന മലയാളമാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതി. ഇനി വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? കല്ലുമാല സമരം 1915. അതെ, 1915 കല്ലുമാല സമരം അല്ലേ? കല്ലുമാല സമരത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? പെരിനാട്ട് ലഹള എന്നാണ് അറിയപ്പെടുന്നത്. കല്ലുമാല സമരം എവിടെയാണ്? പെരിനാട് കൊല്ലത്താണ് അല്ലേ? കൊല്ലം. പെരിനാട്ട് ലഹള 1915 കല്ലുമാല സമരം. കല്ലുമാല സമരം എന്തിനെതിരെയായിരുന്നു? വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ. കല്ലുമാല സമരം നടത്തിയ നേതാവ് ആരായിരുന്നു? അയ്യങ്കാളി. ഇദ്ദേഹം നടത്തിയ മറ്റൊരു സമരം എന്താണ്? വില്ലുവണ്ടി സമരം അല്ലേ? വില്ലുവണ്ടി സമരം അതേതാണ് കൊല്ലം? 1893. ആളിക്കത്തിയ തീപ്പൊരി എന്നും പുലയരാജ എന്നും അറിയപ്പെട്ടിരുന്നത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം അല്ലേ? 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ് എന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. അതാരാണ്? അയ്യങ്കാളിയാണ്. അത് പുലയ മഹാസഭയായി 1938 അത് പുലയ മഹാസഭയായി മാറി. അയ്യങ്കാളിയുടെ പുലയരുടെ രാജാവ് എന്ന് വിളിച്ചത് ഗാന്ധിജി. പുലയരുടെ രാജാവ്. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇദ്ദേഹം പള്ളിക്കൂടം സ്ഥാപിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ.
വെങ്ങാനൂരിലാണ് ഇദ്ദേഹം പള്ളിക്കൂടം സ്ഥാപിച്ചത്. വെങ്ങാനൂർ. ഇദ്ദേഹം ജനിച്ചതെന്നാണ് 8-9 എന്നാലോചിച്ചാൽ മതി. ചട്ടമ്പി സ്വാമികൾ 8 ഇദ്ദേഹം 8-9. അപ്പോൾ എത്രയാണ്? 1863. 6-3 9 8 9. 1863 ഓഗസ്റ്റിൽ തന്നെ, ഓഗസ്റ്റ് 28 ഇദ്ദേഹം ജനിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ്? ഇലക്ട്രിസിറ്റി സമരം തൃശ്ശൂരാണ് അല്ലേ? തൃശ്ശൂരിലാണ് ഇലക്ട്രിസിറ്റി സമരം നടത്തിയത്. ഇതെന്താണ്? വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിക്ക് നൽകിയതിന് എതിരായിട്ട് ദിവാൻ ഷൺമുഖം ചെട്ടിക്കെതിരായി നടത്തിയ സമരമാണ് ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം. ക്രിസ്ത്യാനികൾ പങ്കെടുത്ത സമരമെന്നറിയപ്പെടുന്നു. ക്രിസ്ത്യാനികൾ പങ്കെടുത്ത സമരമെന്നും ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം അറിയപ്പെടുന്നു. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? അരുവിപ്പുറം. 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ആലുവയിൽ എന്നായിരുന്നു സർവമത സമ്മേളനം നടത്തിയത് എന്നാണ്? 1924 ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത്. ശ്രീനാരായണ ഗുരു ജനിച്ചതെന്നാണ്? 1856 അല്ലേ? കേരളം ഉണ്ടായത് 1956 കേരളം സംസ്ഥാനം രൂപപ്പെട്ടത്. അപ്പോൾ അതിന് 100 വർഷം മുമ്പ് 1856 ഓഗസ്റ്റ്. ഇദ്ദേഹവും ഓഗസ്റ്റ് തന്നെയാണ്. ഓഗസ്റ്റ് 20 1856 ഓഗസ്റ്റ് 20. തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. ചെമ്പഴന്തി തിരുവനന്തപുരം അല്ലേ? തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിലാണ് ജനിച്ചത്. ഇദ്ദേഹം എന്നാണ് SNDP സ്ഥാപിച്ചത്? SNDP സ്ഥാപിച്ചത് 1903 1903 മെയ് 15 SNDP സ്ഥാപിച്ചത്. മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? പയ്യന്നൂരാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് ആരാണ്? മന്നത്ത് പത്മനാഭൻ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? കീഴാരിയൂർ ബോംബ് കേസ്. KB മേനോൻ്റെ നേതൃത്വത്തിൽ നടന്ന കീഴാരിയൂർ ബോംബ് കേസായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരായിരുന്നു? C ശങ്കരൻ നായരായിരുന്നു. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ആരാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. വാഗ്ഭടാനന്ദൻ എവിടെയാണ് ജനിച്ചത്? അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം പാട്യമാണ്. പാട്യം കണ്ണൂരിലെ പാട്യത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു? മലബാറിലായിരുന്നു. ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തന മേഖല മലബാറായിരുന്നു. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് 1917 ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം ഏതായിരുന്നു? അഭിനവ കേരളമായിരുന്നു ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉത്ബോധിപ്പിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. ചുവട് തന്നിട്ടുള്ള ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏത്? ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും വലിയ കൃതിയാണ് പ്രാചീന മലയാളം. ബാക്കിയെല്ലാം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചിരുന്നത്. പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. ആത്മോപദേശ ശതകത്തിൻ്റെ കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. കന്യാകുമാരിയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ച കേരളത്തിൻ്റെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? ശാസ്താംകോട്ടയിൽ ജനിച്ചത് ആരാണ്? കന്യാകുമാരിയിലെ വൈകുണ്ഠസ്വാമികൾ. 1809 വൈകുണ്ഠസ്വാമികളാണ് കന്യാകുമാരിയിലെ ശാസ്താംകോട്ടയിൽ ജനിച്ചത്. അദ്ദേഹം 1836 സമത്വ സമാജം സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ച മതം ഏതാണ്? അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചു. ഇനി അദ്ദേഹത്തിന് പ്രശസ്തമായ കൃതികൾ എന്താണ്? അഖിലത്തിരുട്ട്, അരുൾനൂൽ,
ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം 1917 സ്ഥാപിച്ചു. അഭിനവ കേരളമായിരുന്നു ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാരായിരുന്നു? സ്വദേശാഭിമാനിയുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? പൊയ്കയിൽ കുമാരഗുരുദേവൻ. അല്ലേ, പൊയ്കയിൽ കുമാരഗുരുവാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹം എന്നാണ് 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി. സഞ്ചാര സ്വാതന്ത്ര്യം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള വഴിയിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സത്യാഗ്രഹമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അതിനെ സവർണ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതാക്കൾ ഏതൊക്കെയായിരുന്നു? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ TK മാധവൻ, KP കേശവമേനോൻ. KP കേശവമേനോനുമായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നേതാക്കൾ. ഇന്ത്യൻ നാഷണൽ ആർമിയിൽ ചേർന്ന് പോരാടിയതിന് ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി ആരായിരുന്നു? വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദറാണ് INA-യിൽ ചേർന്നതിനെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയ മലയാളി. വില്ലുവണ്ടി സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരവും കല്ലുമാല സമരവും നടത്തിയത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. വേദാധികാര നിരൂപണം എന്ന ഗ്രന്ഥം രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമികൾ. വേദാധികാര നിരൂപണം.